ഒന്ന് ഓടി വന്നേ. ചേട്ടാ നടുവ് മിന്നി പിടിച്ചേട്ടാ. ഞാനേ മീൻ വെട്ടാനായിട്ട് എടുത്തു തരുന്നേ. അപ്പൊ നടുവ് ഇങ്ങനെ മിന്നല്. ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല. എനിക്ക് തലേണിയൊന്നും ഇല്ലാതൊന്നും മലന്ന് കിടന്നാ മതി. അല്ല ഈ മീനൊന്ന് വെട്ടണം. ഇതാണ് വലിയ കാര്യം. നീ വാ. എന്ത് അല്ല ഈ മീൻ വെട്ടണം. എന്തെങ്കിലും ഈ മീൻ വെട്ടി കറി വെക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. മീനല്ലല്ലോ വലുത്. നമുക്ക് ആശുപത്രി പോകാം. ആശുപത്രി ഒന്നും പോണ്ട. ഏട്ടൻ ഈ മീനൊന്ന് വെട്ടി തന്നാ മതി. മീൻ അല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം. മീൻ ഞാൻ വെട്ടാം. നീ വെട്ടണ്ട. നീ വെട്ടിയ വൃത്തിയാവത്തില്ല. എനിക്കറിയാം. ഈ മറ്റേ കേക്ക് കഷ്ണാക്കണ കഷ്ണാക്കി അങ്ങ് വെട്ടിയാ പോരെ. അങ്ങനെയൊന്നും വെട്ടിയ വൃത്തിയാവില്ല. 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളു. മീൻ എടുത്ത് കള. നീ അല്ലേ എനിക്ക് 100 രൂപ അത്രക്ക് ചേർന്നാണ്. അല്ല ഞാൻ പറയട്ടെ. ഏട്ടൻ ഈ മീൻ വെട്ടി തന്നെ എങ്ങനെയും നിന്ന് കറി വെച്ചോളാം. നീ മീനൊന്ന് വെട്ടിത്താ. മീനൊന്ന് വെട്ടിത്താ. മീൻ വെട്ടിത്തന്നാ മതി. മീൻ വെട്ടിത്താ. എന്തോ നീ എവിടെയായിരുന്നു? ഇവിടെ തേങ്ങ വീണത് എടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ഇതിന്റെ പേരില ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ തെങ്ങില്ലല്ലോ. എന്തിന് നടു അങ്ങോട്ട് പിടിച്ചു മീൻ കണ്ടിച്ചോളൂ. എനിക്ക് കൈവേദനയാ. മീൻ വെട്ടിക്കോട്. നിനക്കത് കഴിഞ്ഞോടൊപ്പം എന്റെ കൈവേദനയല്ലേ? നീ നേരത്തെ വെള്ളം കുറയാൻ കണ്ടല്ലേ? അപ്പൊ എന്റെ കൈ പോയാൽ കുഴപ്പമില്ല. അവളുടെ നടുവ് ഇനി എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇപ്പൊ ഇത്ര ഇളക്കം എന്താ? അവക്ക് വയ്യെന്ന്. അവക്ക് നിക്കാൻ വയ്യ. അവക്ക് ഞാൻ നോക്കട്ടെ എന്താ വയ്യാത്തേന്ന്. മീൻ വെട്ടിയാ പോരെ. 100 രൂപയുടെ കേസ് കളയാൻ പറഞ്ഞപ്പോ മീൻ വെട്ടിയേ പറ്റുള്ളൂ. മീൻ വെട്ടും. അല്ല ഏട്ടൻ വെട്ടിയാ മതി. അതിന് അല്ലേ നീ വന്നേ. നിനക്ക് മീൻ എനിക്ക് കൈ പാടില്ല കനക. അല്ലേടാ ഞാൻ കണ്ട നീ വെള്ളം കുറഞ്ഞ കണ്ട. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല എനിക്ക്. വെട്ട്. നിനക്ക് വെട്ടിയാൽ എന്താ കുഴപ്പം? നിനക്ക് വെട്ടിയാൽ എന്താ കുഴപ്പം? ഞാൻ എന്തിനാ എന്ത് പറയാ? നമ്മള് പ്ലാൻ ചെയ്തത് പറ. എന്തോന്നടി? ഏടാ ഞാൻ പറയട്ടെ. ക്ലീറ്റോ എന്നെ അടിച്ചില്ലേ? അപ്പൊ എനിക്ക് കൈവേദന എടുത്തത് ക്ലീറ്റോയ്ക്ക് ഭയങ്കര കുറ്റബോധം. ക്ലീറ്റോ എനിക്ക് മീൻ വെട്ടി തന്ന്. അതുപോലെ ഞാൻ ഇവളോട് നിന്നെ കൊണ്ട് വെട്ടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതിന് അഭിനയിച്ചത് എത്ര നേരം. അവക്കൊരു കുഴപ്പമില്ല. ആര് പറഞ്ഞ എനിക്ക് കുഴപ്പമില്ലെന്ന്? എന്റെ നടുവ് അനക്കാൻ വയ്യ. സത്യമായിട്ട് എന്റെ നടുവ് മിന്നിട്ടായിട്ടാ. ഒരു കുഴപ്പമില്ല അവക്ക്. ചേച്ചി കണ്ടായിരിക്കും ഒരു കുഴപ്പമില്ലെന്ന്. നീ അവിടെ വന്നല്ലേ? തർക്കിക്കല്ലേ? കനക നീ നിന്റെ ആ പെങ്ങളെ വിശ്വസിക്ക്. ചേട്ടോട്ടെ എന്റെ നടുവ് മിന്നിട്ടാ. വയ്യാത്തോണ്ടല്ലേ ഒരു സഹായം ചെയ്ത് കൊടുറേ. ഇത് പിടിക്കങ്ങോട്ട്. ഞാനാ കുഴപ്പം? ആര് ചിരിച്ചേട്ടാ? വേദന കൊണ്ട് കേട്ടാ. കല്ലേട്ട് നന്നായിട്ട് ഉറക്കണേ, അല്ലെങ്കിൽ ഉളുമ്പൂണം പോവില്ല. അതെങ്ങനെയും കൊണ്ടുപോകാം. പറ്റ പോലെ ചെയ്താൽ പാവല്ലേ. എന്നാ ഞാൻ തലേണി ഇല്ലാതെ മലന്ന് കിടക്കട്ടെ. പോയി വേണ്ട വേണ്ട ഞാൻ പൊക്കോളാം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇപ്പൊ. തങ്ക ഒരു കാര്യം മനസ്സിലാക്കണം. നീ നുണ പറയില്ല എന്ന് വിചാരിച്ചിട്ട് നിന്റെ ചുറ്റുമുള്ളവരൊക്കെ നുണയെ പറയുള്ളൂ. എവിടെയെങ്കിലും ഇരിക്കണ്ട. ഞാൻ ഒരു കാര്യമില്ലാതെ വെച്ച് വെക്കാൻ പോയി.